വികൃതി കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ നല്ലോണം വികൃതിയുള്ള കുട്ടിയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിൽ തന്നെ ക്ലാസ് അങ്ങോട്ട് ഏൽപ്പിക്കുക. ഓരോ കുട്ടിക്കും ഡ്യൂട്ടി കൊടുക്കുക. ഓരോ കുട്ടിക്കും കൊടുത്ത ഡ്യൂട്ടി ചാർട്ട് ക്ലാസ്സിൽ തൂക്കിയിടുക. ആ ഡ്യൂട്ടി ചാർട്ട് എല്ലാ കുട്ടികളും കാണുന്ന സ്ഥലത്ത് തന്നെ തൂക്കിയിടണം. ചെറിയ ചെറിയ ഡ്യൂട്ടി കൊടുത്ത് ഇത്തരം വികൃതി കാണിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് മറ്റു കുട്ടികൾ നഖം മുറിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറയാം. അതുപോലെ ഏതെങ്കിലും കുട്ടി ഹോംവർക്ക് ചെയ്യാതെ വന്നിട്ടുണ്ടോ അതൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് കുട്ടികളോട് പറയാം. പിന്നെ പുതിയ ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, PTA മീറ്റിംഗിൽ നിങ്ങൾ ഇത്തരം കുട്ടികളുടെ കുറവുകളും കുറ്റങ്ങളും മാത്രം അവരുടെ പേരൻസിനോട് ഒരിക്കലും പറയരുത്. പല ടീച്ചർമാർ ശ്വാസം പോലും എടുക്കാതെ പേരൻസിനോട് നിങ്ങളുടെ മകൻ ഇങ്ങനെയാണ്, ഭയങ്കര കുരുത്തക്കേടാണ്, മറ്റുള്ളവർ എപ്പോഴും ഉപദ്രവിക്കുന്നു, എപ്പോഴും അവരുടെ സാധനങ്ങൾ എടുക്കുന്നു, ഏത് നേരവും അടങ്ങിയിരിക്കാണ്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്, ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട പേരൻസ് എന്തായാലും ആ കുട്ടിയെ വഴക്ക് പറയും. അപ്പൊ ആ പേരൻസും ആ കുട്ടിയെ വഴക്ക് പറയുന്നു, നിങ്ങൾ ടീച്ചർമാരും ആ കുട്ടിയെ എന്നും വഴക്ക് പറയുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടിക്ക് ഇനിയിപ്പൊ ഞാൻ ആരെ ബോധിപ്പിക്കാനാണ് നന്നാവേണ്ടത് എന്ന ഒരു ചിന്ത വരും. അപ്പോ നമ്മൾ ടീച്ചർമാർ ഇവിടെയാണ് കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കേണ്ടത്. നമ്മൾ ടീച്ചർമാർ പേരൻസിനോട് പറയണം, നിങ്ങളുടെ കുട്ടി നല്ല കഴിവുള്ളവനാണ്, മിടുക്കനാണ്, കുറച്ചുകൂടി ശരിയാവാനുണ്ട്, അതും കൂടി ശരിയാക്കി എടുത്താൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ ഈ സ്കൂളിലെ ടോപ്പർ തന്നെയാവും. നിങ്ങൾ ഈ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന കുട്ടിക്ക് തോന്നും, ഞാൻ ഇത്രയൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ടും ഈ ടീച്ചർക്ക് എന്നോട് സ്നേഹമുണ്ട്. അപ്പൊ ആ കുട്ടിയില് ഒന്ന് മാറാനുള്ള, ഒരു ചെറിയ രീതിയിലെങ്കിലും മാറാനുള്ള ഒരു മനസ്സുണ്ടാവും. അല്ലാതെ ടീച്ചർമാർ പഠിപ്പിക്കുക മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്താൽ ഒരു ഫലവും ഉണ്ടാകില്ല. ഒരു ഇമോഷണൽ ഗ്യാപ്പാണ് അവിടെ ഉണ്ടാവുക. മറിച്ച് നിങ്ങൾ കുട്ടികളെ ഇത് എൻ്റെ കുട്ടിയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ സ്നേഹിക്കാനും ഉപദേശിക്കാനും ശിക്ഷിക്കാനും അതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഉള്ള ഒരു അധികാരം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. കുട്ടിയെ ശിക്ഷിക്കാനും സ്നേഹിക്കാനും ഉള്ള അധികാരം എനിക്കുണ്ടെന്നുള്ള ഒരു തോന്നൽ ടീച്ചറിലും ഉണ്ടാവണം. അതേസമയം എന്നെ ശിക്ഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ള അധികാരം ടീച്ചർക്കുണ്ട് എന്ന ഒരു തോന്നൽ കുട്ടിയിലും ഉണ്ടാവണം. ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ടീച്ചർ കുട്ടിയെ ശിക്ഷിക്കുകയോ അതുപോലെ എന്തെങ്കിലും ഉപദേശിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ പേരൻസിനോ ഒരു ദേഷ്യവും നിങ്ങളോട് തോന്നില്ല. കാരണം നിങ്ങൾ ആ കുട്ടിയുടെ എല്ലാ കാര്യത്തിലും, നല്ലതായാലും മോശമായാലും എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ വികൃതി കാണിക്കുന്ന കുട്ടികളെ നിങ്ങൾ ടീച്ചർമാർ ദേഷ്യപ്പെട്ട് മാറ്റി നിർത്താതെ അവരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട സ്നേഹവും ഉപദേശവും ഒക്കെ സമയാസമയങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും നിങ്ങൾ ടീച്ചർമാരെ അനുസരിക്കും. ടീച്ചിങ് സ്ട്രാറ്റജീസിലുള്ള പുതിയ പുതിയ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് കുട്ടികൾക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് ഇത്തരം കുട്ടികളുടെ ശ്രദ്ധ നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.